വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് മത്തിക്കെട്ട് അടുക്കി വെച്ച പോലെ പോവുകയാണ്. ഞങ്ങൾ ബാക്കിൽ നാലാളുണ്ട്. ഞങ്ങളെല്ലാരും ഒരുമിച്ചാണ് പോകുന്നത്. വെറുതെ സൺഡേ ആണ്, അപ്പൊ ഉച്ചയ്ക്ക് ശേഷം പുറത്തു പോവാ. അതെ, നമ്മുടെ ഒരു വ്ളോഗർ ഫ്രണ്ടിലാണ്. അതെ, വ്ളോഗർ ആദി. പറയൂ ആദി. ഹലോ ഗൈസ്. ഇവിടെ ഇവിടെ ഇങ്ങോട്ട് തിന്നിട്ട് ഹലോ. പോയി നോക്കാ. അങ്ങനെ വന്നത് നമ്മൾ കാഞ്ഞിരമ്പുഴ എത്തി. എന്തിനാണോ വന്നതെന്ന് അറിയില്ല, വെറുതെ വണ്ടി എടുത്ത് പോകുന്നു. ഇവിടെയാണ് എത്തിയത്. ഒരു തവണ അതിന് മുമ്പ് വന്നാൽ നമ്മൾ വീഡിയോ എടുത്തില്ല അല്ലേ, രാത്രിയാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് പോയി നോക്കട്ടെ. എന്തായാലും മഴയൊന്നും ഇല്ല കേട്ടോ, മഴ ഒന്നും പെയ്തിട്ടേ ഇല്ല. ചളിയാണ് ഗൈസ് ആകെ. യെസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഡാമിൻ്റെ അവിടേക്ക് ഇങ്ങനെ കയറാമെന്ന് വിചാരിച്ച് പോകാണ്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ കയറാൻ പറ്റില്ല, നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് എത്തിയത്. ആദ്യക്കൂട്ടെ കുറച്ച് പ്രശ്നമാണ്. അത് പുറത്ത് മറ്റെന്താ പറയുക, ഇതിൻ്റെ ഫോട്ടോ കണ്ട് തെയ്യത്തിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് അമ്പലമാണെന്നൊക്കെ പറഞ്ഞ ബാക്കിൽ എല്ലാവരും കൂടെ ഭയങ്കര കരച്ചിലാണ്. എന്തായാലും പോയി നോക്കട്ടെ. അടിപൊളി വ്യൂ ആട്ടോ, മഴയൊന്നുമില്ല, നല്ല സെറ്റായിട്ട്. ഓ പറയൂ. പിന്നെ അന്ന് ഇവിടെ അടച്ചുപോയി. എന്താ ചെയ്യാ, മഴയൊക്കെ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്. സൂര്യനിതാ മേഘങ്ങൾക്കിടയിലോട്ട് പോകുന്നു. ആദ്യക്കൂട്ടൻ ഇപ്പൊ ഒന്ന് ഓക്കെ. ആദ്യക്കൂട്ടൻ അമ്പലമാണോ പറഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു. താഴെ ആ ഡ്രോയിങ് ഒക്കെ കണ്ടപ്പോൾ വേറെ കുറച്ച് സെറ്റായി. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഇങ്ങനെ വലിയ തിരക്കുമില്ല. എന്ത് റീൽസാണ്? റീൽസ് എടുക്കാൻ വേണ്ടി നിന്നാണ് ഗൈസ്. ഇതാ മൂന്നാള് ഗൈസ്. ഒരു ഏറെക്കുറെ പോകാൻ തുടങ്ങിയിട്ടോ. അത് നടന്ന് ആദ്യം കൊണ്ട് താഴെ പാർക്കിലെത്താൻ വേണ്ടിയിട്ട് അവിടെ സിംഗിൾസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആരതി അനിതാവി. എന്താ ചെയ്യും. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് മറ്റൊരു ഫ്രണ്ടിൽ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. എവിടെയോ ഉണ്ട്, കാണാനല്ല ഗൈസ്. ഇതിപ്പോൾ വേറെ ആൾക്കാരെ കാണാം. അപ്പോൾ അത് അങ്ങനെ പോയിട്ടിരിക്കുകയാണ്. ആദ്യം കൊണ്ട് താഴെ പാർക്കിലെത്താൻ അർജൻറ്റായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും വേഗം പോട്ടെ ഗൈസ്. ഡാമിൽ നിന്ന് വെള്ളം ഇറങ്ങണതാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴത്ത് പാർക്ക് ഷട്ടർ തുറന്നതാണെന്ന് തോന്നുന്നു. കൊള്ളാം ഗൈസ്. ഇവരൊരറ്റം വരെ നടന്ന് തിരിച്ചു വന്നു കേട്ടോ, അമ്മയും ആദ്യക്കൂട്ടനും ഏട്ടനും. അപ്പോൾ നമ്മളിതങ്ങനെ തിരിച്ചിഞ്ഞ് ആദ്യക്കൂട്ടനെ പാർക്കിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാം. നല്ല ക്ലൈമറ്റ് ആട്ടോ. മറ്റേത് ഞങ്ങൾ എന്നും ഇവിടെ വരുമ്പോൾ ഒന്നെങ്കിൽ ഇരുട്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര വെയിലാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. നല്ല ക്ലൈമറ്റാണ് കിട്ടിയത്. എന്തായാലും അടിപൊളിയുണ്ട് കാണാൻ. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ പാർക്കിലേക്ക് ഇറങ്ങാം കേട്ടോ. ആദ്യക്കൂടെ പാർക്കിലെത്താണ്ട് അർജൻറ്റായിരുന്നു. ബാക്കി എല്ലാവരും പുറകെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നോക്കിയിട്ട് കാണാനില്ല, ഓരോരുത്തർ ഓരോ വഴി കൂടെ ഫോട്ടോ എടുത്തൊക്കെ നടക്കുക. ഷട്ടർ തന്നാണ് ആദ്യക്കൂട്ടൻ പാർക്കിലേക്ക് ഓടാൻ വേണ്ടി. അതൊക്കെ ഞാൻ പറഞ്ഞു. കുറച്ച് നേരം അതിന് മിസ്സായതുകൊണ്ട് അതിനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ പറയാം ഗൈസ്. ഗൈസ് ആദ്യക്കൂട്ടൻ എന്താ കളി തുടങ്ങി കേട്ടോ. ഇതാ കയറി പോകണം. ഇവിടെ എത്തിയപ്പോഴേക്കും അച്ഛൻ്റെ ഒക്കത്തുനിന്നൊക്കെ ഇറങ്ങി ഓടി ഒരു പോക്കാണ്.
ഞാനാണെങ്കിൽ കറക്റ്റ് വൈറ്റ് പാൻറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അവസ്ഥ എന്താവും എന്തോ. ഞാൻ എത്രയ്ക്ക് ആലോചിച്ചു. നമ്മൾ എവിടേക്കാണെന്നും പ്ലാൻ ചെയ്യാതെ പോകുന്നതാണ്. ഇവിടെയാണെങ്കിൽ മഴ ഇല്ല, പക്ഷെ ആകെ ചളിയൊക്കെയാണ്. പണിയൊക്കെ നടക്കുന്നത് കാരണം ഇപ്പോൾ ഒരു വരും ഗൈസ്. അതാ വരുന്നു സാധനം. ഇനി ആദ്യം കൂടെ വീഡിയോയിലൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഫുൾ ഓട്ടമായിരിക്കും. അതിന് എന്തിലാ കയറുന്നതെന്ന് അറിയാതെ ആകെ ഓടുക. നമുക്കാണെങ്കിൽ ചെറിയ കുട്ടികളുടെ സാധനങ്ങളൊന്നും പറ്റൂല. അതേ പോണു അടുത്ത സ്ലൈഡറിൽ തിക്കി തിരക്കി കയറി പോകുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് ഹായൊക്കെ കാണിച്ച് പോവാണ്. ഇപ്പൊ വരും. വേദിയനെയാണ് ഇതിച്ച് വരികയെന്ന് അറിയില്ല. അപ്പൊ നമ്മള് അമ്മേ എങ്ങടെ എന്റെ കുഞ്ഞാതി പോണേ? എന്തേലും കഴിക്കാൻ അല്ലേ? കഴിച്ചിട്ട് വേണം ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, കളിക്കാൻ അല്ലേ കുഞ്ഞാ? ഓക്കെ ഡീൽ. ഗൈസ് നമ്മളങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പോവുകയാണ് ഗൈസ്. ആദ്യക്കൂട്ടം വെള്ളം കണ്ടപ്പോ ഇന്നിപ്പോ വർക്കിംഗ് അല്ലാത്രേ. എന്താ അറിയില്ല, എന്തെങ്കിലും കേട് വന്നോണ്ടേ. കൈ താഴ്ത്തിയിടൂ. കൈ സെന്ററിലല്ലേ. അപ്പൊ ഗൈസ് 6:30 ആയിട്ടോ സമയം. ഞങ്ങളിത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പോവാണ്. ഇതാ എല്ലാം ബാക്കിൽ വരുന്നുണ്ട്, ബാക്കി പാർട്സുകളൊക്കെ അതേ പോണു. ഹലോ ഗൈസ്, പറയൂ എന്തൊക്കെ കണ്ട് പറയൂ. ഷട്ടർ ഉണ്ടല്ലേ അമ്മേ, എന്തത്ര ടെററാണ്, ഭയങ്കര ടെറർ ലുക്കാണ്. അപ്പൊ ഇനി എന്തായാലും പുറത്തു പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു സമയമാവും. നാളെ എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതാരും ചോദിച്ചില്ലേ, നമ്മൾ അങ്ങനെയൊക്കെ പറയണം വ്ളോഗില്. അതെ, എല്ലാരും അങ്ങനെ ചെയ്യാറുള്ളത്. നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകും. ആരും ചോദിച്ചിട്ടൊന്നല്ല, എന്നാലും നമ്മുടെ ഒരു സമാധാനം. അതെ, അപ്പൊ അത്രയൊക്കെയുള്ളൂ. ഇവിടെ കുറെ നേരം നിന്നു കേട്ടോ. അന്ന് ഇതുപോലെ എത്ര നേരം നിന്നില്ല അല്ലേ? നമ്മൾ വന്നപ്പോഴേക്ക് അടയ്ക്കാനായി, അന്ന് ഇരുട്ടുമായിരുന്നു. ഇന്നാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളിത് കണ്ടത്. ഡെവിൻ്റെ ആശാൻ ആകെ ഓടി നടക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണാം. ഇവിടെ നമ്മൾ ഇറങ്ങി. ഫുഡ് കഴിക്കും. ശരി. ഹായ് ഗൈസ്, നമ്മൾ ആദ്യം കൊണ്ടൊരു പസിലൊക്കെ മേടിച്ചിട്ട് അവിടുന്ന് ബബിൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ ബബിൾ കിട്ടിയില്ല. ഇത് ABCD ഉള്ള പസിൽ 425 രൂപയുടെ 80 രൂപയ്ക്ക് തന്നു പ്രത്യേകം പറയാം. അതെ, അത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആംഗ്ലി. അപ്പം നമ്മളിനി ചലോ ഗൈസ്, നമ്മളങ്ങനെ നൊട്ടമല ചുരം ഇറങ്ങാണ്ടോ ഗൈസ്. പക്ഷെ ഇത് കുറച്ച് ദൂരം, ഇത് കുറേ ദൂരം വേണമായിരുന്നു. അതാണൊരു നമ്മൾ വെറുതെ ട്രിപ്പ് പോയൊരു ഫീൽ വരാം. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഗ്ലാസ് താഴ്ത്തിയിട്ടിട്ട് പോവാട്ടോ. അങ്ങനെ പോവാറില്ല. അങ്ങനെ പോകുമ്പോഴേ ട്രിപ്പിൻ്റെ ഒരു വൈബ് കണ്ടോ. ഇരുട്ട് നല്ല ഇരുട്ടാവാ അതില്ലേ. ഗൈസ്, അപ്പൊ നമ്മളിതാ മേലാറ്റിൽ എത്തിട്ടോ. സന്തോഷം. തിരിച്ച് ബാക്കിയാവും കാണിക്കാനുള്ള മടിയോണ്ടാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പോയോക്കട്ടെ. സമയം അവിടെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറെ നേരമായി. പക്ഷെ എന്താണ് അപ്പോഴും ഇരുട്ടാവണില്ല. അല്ല, ഇരുട്ടാവണ മീൻസ് സമയമാവില്ല. 7:45 അതെ, സാധാരണ നമ്മൾ പുറത്തിറങ്ങിയ 11 മണി 12 മണി കണക്കാണ്. ഇപ്പം എന്തായാലും പോയോക്കട്ടെ, ഫുൾ തിരക്കാണ്. അങ്ങനെ എല്ലാവരും സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഇത് എവിടെ ഒരു തന്നെ എവിടെയാണ്? ആദ്യം കൂടെ അങ്ങോട്ട് നോക്കൂ. എന്താ ആദ്യം ഓർഡർ ചെയ്തത്? ചിക്കൻ 65. ഞങ്ങൾ സ്ഥിരം പോസ്റ്റിനാണ് കേട്ടോ ഗൈസ്. എല്ലാവരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ഇതേ സീറ്റ്. ഞങ്ങൾ ഈ ഒരു നീള സീറ്റ് പിടിക്കും. ഇതാകുമ്പോൾ നടുവിൽ ചിക്കനെ ഇടാം അല്ലേ, കുഞ്ഞു ചിക്കനെ ഇടാം. നമ്മൾ എങ്ങനെയാ പോയത്? തമ്പാനം കടിക്കോ? ഇനി പോണത് തമ്പാനം കടിക്കാൻ. ഫുഡ് വന്നിട്ട് കാണിക്കാൻ പറയൂ. ആ പറഞ്ഞോളൂ, എങ്ങനെയുണ്ട്? കന്നഡ എവിടെ? കന്നഡ കാറിലാണ് അല്ലേ? വാച്ച് എന്തെടുക്കട്ടെ? അയൺമാൻ. അങ്ങനെ സൂപ്പ് വന്നു. പൊട്ടാൻ സൂപ്പ്. അപ്പൊ ഗൈസ്, നമ്മളിതാ വീട്ടിലെത്തിട്ടോ. നമ്മള് പിന്നെ ഫുഡ് വന്നിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് എന്താ അറിയില്ല, മറന്നുപോയി. എന്താന്നല്ല, വിശപ്പായിരുന്നു, അതുകൊണ്ട് ഫുഡ് കണ്ടപ്പോ മറന്നുപോയി. നമ്മൾ എന്താ വാങ്ങിച്ചത്? അൽഫാമും മന്തി വാങ്ങിച്ചു. പിന്നെ ഒരു ചിക്കൻ്റെ എന്താ, പിന്നെ വേറെ എന്തോ ഒരു ചിക്കനും കുറെ ഗ്രേവിയിൽ പൊതിഞ്ഞെന്തോ ഒരു സാധനം.
പിന്നെ അങ്ങനെ കുറച്ച് കഴിച്ചോളൂ. നമ്മൾ വിശപ്പ് അങ്ങനെ വല്ലാതെ. സൂപ്പിന്റെ എന്തോ ഒരു വീഡിയോ എടുത്തു തോന്നുന്നുണ്ടല്ലേ. സൂപ്പ് വന്നത് ഞാൻ കാണിച്ചു. അല്ല അപ്പൊ ഇത് അവിടുന്ന് വാങ്ങിയ ഇതാട്ടോ ഡാം. അതിവിടെ എത്തി പൊട്ടിക്കാനായിട്ട് അധികം ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇനി അതൊന്ന് സെറ്റ് ആക്കട്ടെ ഞങ്ങൾ. അപ്പൊ ഇത്രയ്ക്കുള്ളൂ ഈ ഒരു വീഡിയോ അല്ലേ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള